ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ? എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കിയ 1 കിലോ എല്ല് കൂടിയ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2 സവോള, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നില്ല. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും അടിക്കണം. ഈ സമയം കൊണ്ട് കപ്പ വൃത്തിയാക്കി കൊത്തി ഞുറുക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് 1 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഇനി കപ്പ ബിരിയാണിയിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാനായി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ശേഷം ഇവിടെ 1 തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിർത്താതെ ഇളക്കി കൊടുക്കുക. ഗോൾഡിഷ് ബ്രൗൺ കളറാകുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ബീഫ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ബീഫിനകത്ത് വെള്ളം ഒഴിക്കാതെ തന്നെ ആവശ്യത്തിനുള്ള ഗ്രേവിയും വന്നിട്ടുണ്ട്. ഇനി ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കാം. അതിനായി ഒരു കടായി ചൂടായി കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ ശേഷം കുറച്ച് കടുകും ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം സവോള ഇട്ട് കൊടുക്കാം. സവോളയുടെ കളർ പെട്ടെന്ന് മാറാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സവോളയ്ക്ക് ഈ ഒരു കളറാകുമ്പോൾ മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. എല്ലാവരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടി യൂസ് ചെയ്യാം. ഇവിടെ ചെറിയ കുട്ടി ഉള്ളതുകൊണ്ട് എരിവ് ഒരുപാട് യൂസ് ചെയ്യാറില്ല. മസാലയുടെ പച്ചപ്പ് മാറിയ ശേഷം ബീഫ് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കിയ ശേഷം ഗരം മസാലയും കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം മൂടി വെച്ച് തിളപ്പിക്കാം. നന്നായി തിളച്ച ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. കപ്പയും ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇതിനു മുകളിലൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം. ഇനി തുറന്ന് നോക്കിയാലോ? എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. എന്ത് കിടുക്കാച്ചി മണമായത്. മണം അടിച്ചിട്ട് തന്നെ വായിൽ കപ്പലോടാനുള്ള വെള്ളമുണ്ട്. പക്ഷെ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കപ്പയൊക്കെ ഉടച്ച് ബീഫൊക്കെ ആയിട്ടൊന്ന് കുഴച്ച് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. മിക്സാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഹോട്ടലുകളിലൊക്കെ കാണുന്ന പോലെ കപ്പ ബിരിയാണിയുടെ മുകളിൽ കൂടെ കുറച്ച് സവോളയും മല്ലിയിലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നമുക്കിനി ചൂടോടെ കഴിച്ചേക്കാം. അപ്പോൾ എങ്ങനെയാ കപ്പ ബിരിയാണി? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലേ? പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ യുണീക്ക് തോട്ട്സ്.